മുജ്തബ ഖമേനി ഇറാൻ്റെ പുതിയ സുപ്രീം ലീഡറാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഇനി നേതൃത്വമില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവില്ല. ഒരു കരയാക്രമണത്തിന് ഇറാൻ കോപ്പ് കൂട്ടുന്നു എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഇപ്പോൾ സൈപ്രസിൽ തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് തുർക്കി അവിടെ സൈനിക വിന്യാസം നടത്തുന്നുണ്ട്. അമേരിക്കയാണെങ്കിൽ അവരുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജോർജ് ഡബ്ല്യു ബുഷ് ഇപ്പോൾ ഇറാനിലേക്ക് അയച്ചിട്ടുണ്ട്. ഇസ്രയേലിനെ സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന വിമാനവാഹിനി കപ്പൽ ഈ ചെങ്കടലിലേക്കോ മറ്റോ നീങ്ങുന്നു. അങ്ങനെ 3 വിമാനവാഹിനി കപ്പലുമായിട്ട് വ്യോമാക്രമണവും നാവിക ആക്രമണവും ലക്ഷ്യമിട്ട് ഇറങ്ങുന്നു. കരയാക്രമണത്തിന് ഇറാൻ ഇറങ്ങുന്നു. സൈപ്രസിൽ തുർക്കിയുടെ ഒരുക്കം. മൊത്തം കൂടി നോക്കിയാൽ ഈ യുദ്ധം ഇനി അധികം നീളില്ല എന്നല്ലേ മനസ്സിലാകുന്നത്? അധികം നീളമില്ലായിരിക്കാം. പക്ഷേ ഇറാൻ ഈ കരയുദ്ധം നടത്തുന്നൊക്കെ പറഞ്ഞാൽ ആര് വഴിയിട്ട് അവരുടെ മുമ്പിൽ ആളെ കിട്ടണ്ടേ? ആരും കരയുദ്ധത്തിനൊന്നും തയ്യാറല്ല. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയും. അതിനാരും തയ്യാറല്ല. ഇറാനിൽ കൊണ്ടുപോയി പട്ടാളത്തെ ഇറക്കാൻ അമേരിക്ക തയ്യാറല്ല. ഒന്നാമത് ഇറാൻ്റെ ടെറൈൻ വല്ലാത്തതാണ്. അതിഭീകരമായ മലകളും ഇതൊക്കെയുള്ള പ്രദേശമാണ്. അവിടെ ഒന്നും പോയിട്ട് അമേരിക്കക്കാരോട് ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇസ്രായേലും പോകില്ല. പിന്നെ ആര് പോകും? ആരുടെ നേർക്കായി ഇവിടെ വയ്ക്കാൻ പോകുന്നു? കരസേനയ്ക്ക് ഒരു പ്രസക്തിയില്ല. നിങ്ങൾക്കൊരു ശത്രു മുമ്പിൽ കിട്ടിയാലേ നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അത് കിട്ടില്ല. ഇവരെല്ലാം വ്യോമയുദ്ധത്തിലും മിസൈൽ യുദ്ധത്തിലും നിൽക്കുന്നത് അതുകൊണ്ടാണ്. ആരും ഇറാനിൽ പോയിട്ട് ആ മണ്ടത്തിനും കാണിക്കുകയില്ല. പോയാൽ കശാപ്പ് ചെയ്യപ്പെടും. ഇറാനികൾ അതിഭയങ്കര ഫൈറ്റേഴ്സാണ്. മാത്രമല്ല അവരുടെ മരുഭൂമിയും മലനിരയും ഇതിൻ്റെ നടുക്ക് കുറച്ച് പ്ലെയിൻ ഗ്രൗണ്ടുണ്ട്. അതാണ് ഇറാൻ. അപ്പോൾ അവിടെ പോയിട്ട് ആർക്കും കരയുദ്ധം നടത്താനൊന്നും സാധ്യമല്ല. പിന്നെ ഇറാൻ തോറ്റ് തുന്നം പാടിക്കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ കുറച്ച് സൈന്യത്തെ ഇറക്കിയിട്ട് വേറൊരു ഭരണകൂടത്തെ വാഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുള്ളതല്ലാതെ ഇപ്പോൾ ആരും അത് ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ ഇറാൻ്റെ സ്വപ്നങ്ങളാണ്. രണ്ടാമത് ഇയാൾ സുപ്രീം ലീഡറായിട്ട് അവരോധിക്കപ്പെട്ടോ? അങ്ങനെയാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. മുസ്തഫ താമസിയാതെ മുസ്തഫ കൊല്ലപ്പെടും. ഇസ്രായേൽ കാത്തിരിക്കുകയാണ് ഇവരാരെയാണ് സുപ്രീം ലീഡറായിട്ട് എടുക്കുന്നത് നോക്കും. ആ എടുത്താൽ ഒരുപക്ഷെ എടുക്കാനുള്ള തടസ്സം എന്തായിരുന്നു? ഈ 55 പേര് കൂടി അവരുടെ ഒരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാം. 55 പേര് കൂടാമെന്ന് വിചാരിച്ച ആ ബിൽഡിംഗ് ഇസ്രായേൽ തകർത്ത് കളഞ്ഞു. പിന്നെ ഇവർക്ക് കൂടാൻ പേടിയായി. 55 പേര് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ബോംബ് വീഴുമെന്നുള്ള സ്ഥിതിയായി. പിന്നെ എവിടെയോ കൂടിയിട്ടായിരിക്കണം ഇന്നിപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. അനൗൺസ്മെൻറ്റ് വന്നാൽ അതിനർത്ഥം അയാൾ കൊല്ലപ്പെടും എന്നുള്ളതാണ്. അത് ഇസ്രായേൽ ചെയ്യും. വിത്തിൻ എ വീക്ക് ദേ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ദ നെക്സ്റ്റ് ഖമേനി ഈസ് കിൽഡ്. ഇസ്രായേലിന് അറിയാം യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഇത് പോയി, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് യുദ്ധം തീരുന്നതിന് മുമ്പ് മാക്സിമം അസാസിനേഷൻ അവർ നടത്തും. കരയുദ്ധമൊന്നും നടക്കാനും പോകുന്നില്ല. ഇവർക്ക് ഈ കുർദ്സ് ഫോഴ്സ് ഉണ്ട്, അതായത് IRGCയുടെ നിയന്ത്രണത്തിലായി. അതിൻ്റെ തലവനായിട്ടുള്ള ഒരു ഇസ്മയിൽ ഖാനി എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന അയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിൽ നിർണായക പങ്കുവെച്ചത്. എന്ന് വെച്ചാൽ മൊസാദ് ചാരനാണെന്ന് അർത്ഥം. അപ്പോൾ അയത്തുള്ള അലി ഖമനയെ പോലെയുള്ള 86 വയസ്സുകാരനെ തീർക്കാനുള്ള ഓപ്പറേഷൻ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ പുതിയ ഖമനയി വന്നാലും അയാളെ തീർക്കാനും മൊസാദ് കൃത്യമായ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നേരത്തെ പറയുന്നതും ഇവരുമായിട്ട് ബന്ധമുള്ള ഫ്രാൻസിൽ ജനിച്ചൊരു ജൂത വനിതയുണ്ട്. അവരവിടെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ പോയി. എന്നിട്ട് അവിടുത്തെ സൈനിക മേധാവികളോട് അടുപ്പ് സ്ഥാപിച്ചു. കുറേ വിവരങ്ങളൊക്കെ ചോർത്തി ഈ ഇസ്രായേലിന് കൊടുത്തു. അപ്പോൾ മൊസാദിൻ്റെ ഓപ്പറേഷന് മുമ്പിൽ ഈ ഇറാൻ്റെ ഭരണാധികാരികൾക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഇവരുടെയൊക്കെ ലോയൽറ്റി സംശയാസ്പദമാണ്. ഇറാനിൽ നേതാക്കന്മാർ തമ്മിൽ അതിഭയങ്കരമായ അവിശ്വാസമുണ്ട് ഈ ഖമനയുടെ മരണത്തോടുകൂടി. ഖമനയി മരിച്ചതിൻ്റെ ഫോട്ടോ ആരോ എടുത്തിട്ട് അത് ട്രംപിനും നെതന്യാഹുവിനും അയച്ചു കൊടുത്തു. അപ്പോൾ അതിനർത്ഥം ആ കൂട്ടത്തിൽ ആരോ ഒരാൾ മൊസാദിൻ്റെ ഏജൻ്റാണ്, അല്ലെങ്കിൽ IDFൻ്റെ ചാരനാണ്. IDFിനൊരു ഇൻ്റലിജൻസ് വിങ് വേറെ ഉണ്ട് കേട്ടോ. മൊസാദ് ഇൻഡിപെൻഡൻ്റ് ആണ്. IDF എന്ന് പറയുന്ന പട്ടാളത്തിന് അവരുടെ ഇൻ്റലിജൻസ് വിങ്ങുണ്ട്. നമുക്കുമുണ്ട്. നമ്മളുടെ IB എന്നല്ല, ഇൻ്റലിജൻസ് ബ്യൂറോ ഇന്ത്യയുടെ. അതുകൂടാതെ മിലിറ്ററിക്ക് ഒരു മിലിറ്ററി ഇൻ്റലിജൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് അവരുടെ മാത്രമാണ്. അതിലാരും കൈവയ്ക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ സംവിധാനം. അപ്പോൾ ഇതോടുകൂടി ഈ ഫോട്ടോ പുറത്ത് വന്നതോടുകൂടി
എല്ലാവർക്കും അന്യോന്യം സംശയമായി ഇതിലാരാണ് ചാരൻ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇറാന് വെച്ച കാല് പുറകോട്ടെടുക്കാൻ പോലും മടിയാണ്. കാരണം നമുക്കൊരു കാല് പുറകോട്ടെടുത്താലോ എന്നാരെങ്കിലും ചോദിച്ചാൽ അയാൾ ബാക്കിയുള്ളവർ സംശയിക്കും, ഇവനാണ് മൊസാദിൻ്റെ ചാരൻ കണ്ടോ എന്ന് പറയും. അതുകൊണ്ട് മുന്നോട്ട് എന്നല്ലാതെ ആർക്കും പറയാൻ പറ്റുന്നില്ല. അത് ആത്മഹത്യാപരമാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല. പെസഷ്കിയാൻ അതിലേക്ക് നല്ലൊരു സ്റ്റെപ്പാണ് എടുത്തത്. ഗൾഫിലെ ആക്രമണം നിർത്തി അവരോട് സോറിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇസ്രായേലിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ടെമ്പറേച്ചർ ഒന്ന് കുറച്ചുകൊണ്ട് വരണ്ടേ. പെസഷ്കിയാൻ അത് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഗ്രൂപ്പിന് ഇത് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ഈ റിലീജിയസ് താടിയും തലപ്പാവും ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് അങ്ങനെ 10-55 പേര് കൂടിയിട്ടാണ് ഇയാളെ ഖമനേയിയെ തിരഞ്ഞെടുക്കേണ്ടത്. അവർക്കത് പറ്റുന്നില്ല. അവർക്ക് എല്ലാവർക്കും അന്യോന്യം സംശയമാണ്. അതൊരു വലിയ പ്രശ്നമാണ് അവർക്കിടയ്ക്ക്. ഒരു അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ അമേരിക്ക 3ാമത്തെ വിമാനവാഹിനി കപ്പലുമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ വ്യോമാക്രമണം കടുപ്പിക്കുക, 3 വിമാനവാഹിനി കപ്പലൊക്കെ ഒരു രാജ്യത്തിനെതിരെ കൊണ്ടുവരിക എന്ന് അടുത്ത കാലത്തൊന്നും അമേരിക്ക അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ട് കേട്ടിട്ടില്ല. അതിപ്പോൾ ഈ ഇറാൻ്റെ ശക്തി എത്രയുണ്ടെന്നുള്ള അസസ്മെൻറ്റ് അമേരിക്കയ്ക്ക് മെല്ലെ ആയി വരുന്നതേ ഉള്ളൂ. അമേരിക്ക കഴിഞ്ഞ യുദ്ധത്തിൽ അമേരിക്ക പറഞ്ഞല്ലേ ഞങ്ങളെല്ലാം തീർത്തു, ഫിനിഷ്, കഴിഞ്ഞു അവൻ്റെ കഥ. ഇപ്പോൾ കഴിഞ്ഞില്ലേ, കഴിഞ്ഞ തവണയാണ് അവർ പറഞ്ഞത് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ അതൊക്കെ ഞങ്ങൾ തകർത്ത് എല്ലാം റെഡിയാക്കി. ഇപ്പോൾ ഒന്നും റെഡിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം മുതൽ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഒരു ഇൻ്റലിജൻസ് ഫെയില്യൂർ അമേരിക്കയുടെ ഭാഗത്തുമുണ്ട്. ഇറാൻ്റെ ശക്തി അസസ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു. മാത്രമല്ല ഈ യുദ്ധം ബേസിക്കലി അമേരിക്കയുടെ യുദ്ധമല്ല, ഇസ്രായേലിൻ്റെ യുദ്ധമാണ്. ഇസ്രായേൽ വെരി സ്ട്രോങ് അലയാണ് അമേരിക്കയുടെ. അതുകൊണ്ട് അമേരിക്ക ഇതിൽ കയറി ഇടപെട്ടിരിക്കുന്നു. എപ്പോഴും ഒരു ഹാഫ് ഹാർട്ടഡ് അപ്രോച്ചാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയിൽ ഒരുപാട് പേര് ട്രംപിൻ്റെ ഈ കലാപരിപാടി ചോദ്യം ചെയ്യുന്നുണ്ട്. ട്രംപിൻ്റെ അധികാരങ്ങൾ, യുദ്ധത്തിനുള്ള അധികാരങ്ങൾ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമേയം വന്നു. ആ പ്രമേയം ഒരു 5 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ട്രംപ് ജയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മുടിനാരഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുമായിരുന്നു ട്രംപ്, അല്ലെങ്കിൽ അവർ ട്രംപിനെ പിടിച്ചേനെ. അമേരിക്കയുടെ ഒരു പ്രത്യേകത, അമേരിക്ക പട്ടാളക്കാർ മരിക്കുന്നത് അവർ സഹിക്കില്ല. നമ്മുടെ ഒക്കെ ഒരു ചിന്താഗതിയാണല്ലോ, പട്ടാളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പോയി, രാജ്യത്തിന് വേണ്ടി ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം. ഈ ചിന്താഗതി അമേരിക്കയിലില്ല. അവർ ബോഡി ബാഗ് എന്ന് പറയുന്നത് ഇയാളുടെ ബോഡി കൊണ്ടുവരുന്ന പെട്ടി, ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചൊറിഞ്ഞു വരാൻ ഒരു വലിയ പ്രതിഷേധം പ്രകടനമൊക്കെ നടത്തും. ഇപ്പം തന്നെ 6 പേരെ ആയി കൊല്ലപ്പെട്ടു. അപ്പോൾ പൊതുജനങ്ങൾ ചോദ്യം ചെയ്യും, ഇതാരുടെ യുദ്ധം എന്നാണ് അവരുടെ ചോദ്യം. ഇതാരുടെ യുദ്ധമാണ്? അമേരിക്കയ്ക്ക് എന്ത് പ്രശ്നമാണ് ഇറാനുമായിട്ട്? അല്ല, അത് ഇസ്രായേലിൻ്റെ യുദ്ധം എന്ന് പറ, അമേരിക്കയുടെ യുദ്ധം എന്ന് പറയാതെ നമ്മളിതിൽ പോകേണ്ട കാര്യമില്ല. അത് ഇസ്രായേൽ നോക്കിക്കോട്ടെ, ഇസ്രായേലിനെ വേണമെങ്കിൽ സഹായിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ നേരിട്ട് യുദ്ധത്തിൽ പോകുന്നത് എന്തിനാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ അത് ട്രംപിൻ്റെ ഒരുപാട് മിസ്കാൽക്കുലേഷൻസ് ഇതിലുണ്ട്. എടുത്തു ചാടി ആ കാർന്നവർ വേണ്ടാത്ത പുലിവാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത് നാക്ക് അങ്ങനെ തീരെ വഷളാണ്. അതുകൂടാതെ പ്രവൃത്തിയും ഇതുപോലെ രാവിലെ ഒന്ന് വൈകുന്നേരം വേർന്ന് പറയുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്നു, ഈവൻ നമ്മളെ ബാധിക്കുന്നു. നമ്മുടെ ഇവിടെ ഉള്ളവരും കിട്ടിയ ചാൻസ്, നമ്മുടെ ഇവിടെ ട്രംപിനെ ആരാധിക്കുന്ന വലിയ വിഭാഗമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരടക്കം. ഒരു കാര്യമേ ഉള്ളൂ, ട്രംപ് മോദിയെ ചീത്ത പറയണം, അപ്പോൾ ഇവർ കൈയടിക്കും. ട്രംപ് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല. മോദിയുടെ നെഞ്ചത്ത് കയറി കഴിഞ്ഞോട് വലിയ സന്തോഷമാണ്. അങ്ങനെയാണ് ആ കാരണവരുടെ പെരുമാറ്റം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും ട്രംപിൻ്റെ അസസ്മെൻറ്റ് അബൌട്ട് ദ ഹോൾ സിറ്റുവേഷൻ ദാറ്റ് വാസ് റോങ് എന്ന് ഇപ്പോൾ തെളിയുന്നു.
ഇവിടെ ഇപ്പം ഈ പറയുന്ന ഇറാൻ്റെ ആക്രമണം ശരിയായ ദിശയിലേക്ക് പോകും. ഇപ്പോൾ ഇറാൻ ആക്രമിച്ച് അമേരിക്ക ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇവരിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഊർജ്ജ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ലോക വ്യാപാര രംഗത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇപ്പോൾ ബഹ്റൈനിൽ അവിടെ ഒരു ഈ ശുദ്ധീകരണ പ്ലാന്റ് 30 ഗ്രാമങ്ങളിലേക്കാണ് 2 ലക്ഷത്തോളം ആളുകൾ ഉപയോഗിക്കുന്ന ജലശുദ്ധീകരണ പ്ലാന്റാണ് തകർത്തത്. മനാമയിൽ ഇതിന് സമാനമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജലശുദ്ധീകരണ പ്ലാന്റൊക്കെ തകർക്കുക എന്ന് പറയുന്നതോടുകൂടി കുടിവെള്ളം മുട്ടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു നീക്കം അത്ര ശരിയായ രീതിയിലാണോ? അല്ല, അത് ശരി തെറ്റുകളുടെയൊക്കെ സമയം കഴിഞ്ഞു. ഒരു യുദ്ധത്തിൽ ശരിയും തെറ്റും ഒന്നുമില്ല, ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം മറ്റവന് ശത്രുവിനെ ആവുന്നത്ര നശിപ്പിക്കുക. ഗൾഫ് രാജ്യങ്ങളെല്ലാം വെള്ളം കുടിക്കുന്നത് ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറയും. കടൽ വെള്ളം എടുത്ത് ശുദ്ധീകരിച്ച് കുടിക്കാവുന്ന വെള്ളമാക്കി മാറ്റുക, ഇതാണ് അവർ. അപ്പോൾ ഇതിൻ്റെ മെഷീൻസ്, ഇതിൻ്റെ വലിയ ഇൻസ്റ്റലേഷൻ തന്നെയുണ്ട്, ഫാക്ടറി പോലത്തെ. സലൈൻ വാട്ടർ കൺവേർഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയുടെ കോർപ്പറേഷൻ, ഒരുപാട് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നത്. ഭീമാകാരമായ പ്ലാന്റുകളാണ് കടൽ വെള്ളം ശുദ്ധീകരിക്കാൻ. അപ്പോൾ അത് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കുടിവെള്ളം മുട്ടിക്കുക എന്നാണ് അർത്ഥം. അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ താമസിക്കാൻ പറ്റില്ല. അവർക്ക് പിന്നെ പലായനം ചെയ്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുക നിർവാഹമുള്ളൂ. കാരണം അവിടെ ശുദ്ധജല സ്രോതസ് ഇല്ല. ഗൾഫ് നാടുകളിൽ ഇന്നും തന്നെ ശുദ്ധജല സ്രോതസ്സില്ല. അപ്പോൾ വല്ലാത്തൊരു ചെയ്ത്താണത്. പക്ഷേ അതിന് കൗണ്ടർ ആക്ഷൻ ഉണ്ടാകും, സംരക്ഷണം ഉണ്ടാകും. ഇപ്പോൾ ഈ വന്ന ഡാമേജൊക്കെ അവർക്ക് നിസ്സാരമാണ്. കാരണം അവർ 6-8 ഇരട്ടി, അവരുടെ ആവശ്യത്തേക്കാൾ 6-8 ഇരട്ടിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് വെള്ളം. അവർക്കറിയാം ഇതൊക്കെ. ഈ സത്യത്തിൽ സിനിജി ഈ അമേരിക്കൻ ബേസസ് ഗൾഫിൽ വരാൻ കാര്യം ഈ ഇറാനാണ്. ഇയാളെ പേടിച്ചിട്ടാണ് അവർ അമേരിക്കയെ വിളിച്ചിട്ട് പൊന്നിയേട്ടാ ഞങ്ങൾക്കൊരു വേലി കെട്ടിത്താന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തു. ഇറാനെ പേടിച്ചിട്ടല്ല എന്തിനും അവർക്ക്. അവർ ശാന്തമായ രാജഭരണമാണെന്നേ ഉള്ളൂ, ജനാധിപത്യം അതില്ല. പക്ഷേ വെൽ ഓർഡർലി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്ന രാജ്യങ്ങളാണ് ഈ സൗദി അറേബ്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സമാധാനമായിട്ട് പോകുന്നവരാണ്. അവർക്ക് അമേരിക്കൻ ബേസിന് അവർ അനുമതി കൊടുക്കാൻ കാര്യം ഇറാൻ്റെ ഭീഷണിയാണ്. ഇറാൻ ലോക മുസ്ലിങ്ങളുടെ നേതാവാകാനിരിക്കുക. ലോക മുസ്ലിങ്ങൾ മുഴുവൻ സുന്നി അല്ല ഷിയ ആകണമെന്നും അതിൻ്റെ നേതാവ് താനാകണമെന്നും. ഇതാദ്യം സമ്മതിക്കാത്തവൻ തുർക്കിയാണ്. തുർക്കിയിലെ ഖലീഫയാണല്ലോ ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ നേതാവ്. തുർക്കി വിടുകയില്ല. തുർക്കിക്കും ഈ ആവശ്യമുണ്ട്, ലോകത്തിൻ്റെ ഖലീഫയാകണം. ഉർദോഗാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന അതാണ്. ഓരോരുത്തർക്കും ഈ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹമുള്ളവർക്കൊക്കെ ഭീഷണി ഇവരാണ്, ഗൾഫ് നാടുകളാണ്. കാരണം അവർ കോമണായിട്ട് ഒരു ഖലീഫ, അതിലൊന്നും അവർക്ക് വിശ്വാസമൊന്നുമില്ല. അവരുടെ രാജ്യം ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ ബാക്കി ഖലീഫയും ലോക മുസ്ലിങ്ങളുടെ നേതൃത്വം ഇതൊന്നും അവർക്ക് വേണ്ട. അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി അവർക്ക് കിടക്കപ്രതി ഇല്ലാതായപ്പോഴാണ് അവർ അമേരിക്കയെ അനുവദിക്കുന്നത്. അവർക്ക് തന്നെ ഇവരോട് അടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇറാനുമായിട്ട് അടിച്ചു നിൽക്കാനുള്ള ആരോഗ്യം സൗദിക്കോ UAEക്കോ ഒന്നുമില്ല. അപ്പോൾ കീഴടങ്ങേണ്ടി വരും. അത് ഭയന്നിട്ട് അമേരിക്കയുടെ സംരക്ഷണം തേടി. അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്തോ അത് മഹാപാപമാണ് എന്നുള്ള മട്ടിൽ ഇറാൻ പെരുമാറുന്നു. അവരെ പേടിച്ചിട്ടാണ് ഈ കുന്തം ഉണ്ടായത്. അവർ പേടിക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഇവർ ഈ സൈനിക താവളവും കുന്തവും ഉണ്ടാക്കുമായിരുന്നില്ല. പിന്നെ അമേരിക്ക പല രീതിയിൽ കളിച്ചത് ഉണ്ടാക്കിക്കും. എത്രയാണ് അവർക്ക് ബേസ് ലോകത്തിൽ? 750 അമേരിക്ക വിട്ടിട്ട് അമേരിക്കയ്ക്ക് പുറത്ത് 750 മിലിറ്ററി ബേസ് ഉണ്ട് അമേരിക്ക. അത് കൂടാതെ ഈ ഓരോ കപ്പലും ഒരു മിലിറ്ററി ബേസാണ്. ഈ എബ്രഹാം ലിങ്കൺ ഒരു മിലിറ്ററി ബേസാണ്. ജെറാൾഡ് ഫോർഡ് ഒരു മിലിറ്ററി ബേസാണ്. ഇപ്പോൾ ഈ ഇറങ്ങി എന്ന് പറഞ്ഞ ജോർജ് W. ബുഷ് അതൊരു മിലിറ്ററി ബേസ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിന് മാത്രം വിമാനങ്ങളും സംഗതിയൊക്കെ ജെറാൾഡ് ഫോർഡിൽ എത്ര 750 അങ്ങനെ എന്തോ വിമാനങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇങ്ങനത്തെ ഭീമാകാരമായ സെറ്റപ്പാണ് അതൊക്കെ. ഒരു മിലിറ്ററി ബേസാണത് ഒരു കപ്പൽ എന്ന് പറയുന്നത്. അതിന് ചുറ്റും ചെറുതരം കപ്പലുകൾ, അന്തർവാഹിനി, ബഹിർവാഹിനി, എല്ലാ സാധനമൊക്കെ ആയിട്ട്. അതാണ് അവരുടെ സന്നാഹം. അപ്പോൾ അവരുടെ ഇത് അമേരിക്കൻ ബേസ് ഉണ്ടായിപ്പോയി എന്നുള്ള മഹാഭാവത്തിന് ഇപ്പോൾ ഇറാൻ അവരെ ശിക്ഷിക്കുന്നത് ചരിത്രം സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ്.
പക്ഷേ ഒരു കാര്യം, യുദ്ധത്തിൽ ഇതൊന്നും പ്രസക്തമല്ല. ഈ ആർഗ്യുമെൻറ്റ്സ് ഒന്നും യുദ്ധത്തിൽ പ്രസക്തമല്ല. യുദ്ധത്തിൻ്റെ അനാലിസിസിലുള്ള പ്രധാന തകരാറ് ലോജിക്കിന് വഴങ്ങുന്ന ഒരു സാധനമല്ല യുദ്ധം. അബ്സല്യൂട്ട്ലി ഇല്ലോജിക്കലായിട്ടുള്ള സാധനമാണ്. ശക്തിയുള്ള ഭാഗം ജയിക്കും, അല്ലാതെ ന്യായത്തിൻ്റെ ഭാഗം, ധർമ്മത്തിൻ്റെ ഭാഗം ഒന്നുമല്ല. ശക്തിയുണ്ടോ ജയിക്കും. ഇതാണ് സംഭവം. തെരുവിലടിക്കുമ്പോൾ ശക്തിയുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും. കീരിക്കോടൻ ജോസും കൃഷ്ണൻകുട്ടി നായരും കൂടെ അടിച്ചു കഴിഞ്ഞാൽ കീരിക്കാടൻ ജയിക്കും. അത് ലോകതത്വമാണ്. കൃഷ്ണൻകുട്ടി നായരുടെ ഭാഗത്തായിരിക്കും ന്യായം. ചിലപ്പോൾ കൃഷ്ണൻകുട്ടി നായർ സാധുവാണ്, മെലിഞ്ഞ് ഇതായി നാശമായി നിൽക്കുന്ന മനുഷ്യനാണ്, പാവമാണ്, അല്പം തമാശയൊക്കെ പറയും, നല്ല മനുഷ്യനാണ്, കാര്യമൊക്കെ ശരി. കീരിക്കാടനുമായിട്ട് തീർത്തു കഴിഞ്ഞാൽ കീരിക്കാടൻ ജയിക്കും. ഇതാണ് യുദ്ധത്തിൻ്റെ ന്യായം. ഇത് പലരും മറന്നു പോകും, വെറുതെ വികാരം കൊള്ളുന്നു. ട്രംപ് കാണിക്കുന്നു തെമ്മാടിത്തരമല്ലേ? ആണ്. യുദ്ധം തന്നെ ഒരു തെമ്മാടിത്തരമാണ്, പിന്നെ അതിനകത്ത് വേറെ തെമ്മാടിത്തരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.